പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സ്വാതന്ത്ര്യം വീണ്ടും നാം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിയാത്തത് സ്വാതന്ത്ര്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കണ്ണുള്ളവന് കണ്ണിൻ്റെ വില അറിയില്ല. സ്വതന്ത്രമായി പ്രവർത്തിക്കുക, തോന്നിയതൊക്കെ ചെയ്യുക എന്നതല്ല സ്വാതന്ത്ര്യം. അതിന് തോന്നിയവാസം എന്നാണ് പറയുക. അത് ഒരു രാജ്യത്തും പാടില്ല, ഒരു സമൂഹത്തിലും പാടില്ല. ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്താൻ വേണ്ടി ആരെയെല്ലാം അനുസരിക്കേണ്ടതുണ്ടോ അവരെയെല്ലാം അനുസരിക്കണം. അത് സ്വാതന്ത്ര്യത്തിനെതിരല്ല, മറിച്ച് നമ്മുടെ രാഷ്ട്രത്തോടും നമ്മുടെ ജനങ്ങളോടും താല്പര്യമില്ലാത്ത ആളുകൾക്ക് നമ്മുടെ രാജ്യത്തെ പണയം വെക്കാൻ പറ്റില്ല. അതായിരുന്നു വൈദേശിക ശക്തികളുടെ പ്രധാനമായ ഹോബി. ഈ നാട് തകർക്കലായിരുന്നു. അവർക്കെതിരായി നമ്മുടെ ജനങ്ങൾ, എല്ലാ മതത്തിലും വിഭാഗത്തിലും പെട്ട ആളുകൾ ഒറ്റക്കെട്ടായി സമരം ചെയ്ത് നേടിയെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഇഷ്ടമുള്ള വിശ്വാസങ്ങളും മതങ്ങളും സംസ്കാരങ്ങളും ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഒരാളുടെ നിലപാടും പ്രവർത്തനവും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന രൂപത്തിലാവരുത്. അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ താല്പര്യം. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ അതേത് മതത്തിൻ്റെ പേരിലായാലും ശരി, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ആവാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ പേരിൽ വെറുപ്പും വിദ്വേഷവും ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും രൂപപ്പെടും. അപ്പോൾ തീവ്രവാദപരമായ യാതൊരു നിലപാടും ഒരു മതവും ഒരു ജനതയും സ്വീകരിച്ചുകൂടാ. അത് എപ്പോഴും അത്തരം നീക്കങ്ങൾ ഉണ്ടായോ ആ സമയത്ത് പ്രകോപനങ്ങളായി അത് ആളുകൾ പറയും, വ്യാഖ്യാനിക്കും. അതിൻ്റെ പേരിൽ കലഹങ്ങളും വർഗീയ അസ്വാസ്ഥ്യങ്ങളും രൂപപ്പെടും. അതാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളുടെയും പിന്നിൽ ഉള്ള രഹസ്യം. ലോക സമാധാനം, എല്ലാ ജനങ്ങളുടെയും സമാധാനപരമായ ജീവിതം നാം ആഗ്രഹിക്കുന്നു. അത് നടപ്പിലാക്കണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം വേണം. 79ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ കടന്നു വരണം. മർക്കസ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അത് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടി നാം ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്ദി.